ടീച്ചർ, ഇപ്പം മുനമ്പത്തെ വഖഫ് അധിനിവേശം മുനമ്പത്ത് മാത്രം പ്രശ്നമല്ല, സംസ്ഥാനമെമ്പാടും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മുടെ നിലപാട്? ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടാകുന്ന വിഷയം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ഭാരതം മുഴുവൻ അതിൻ്റെ ഭീഷണിയിലാണ് നമുക്കറിയാം. കേരളത്തിൽ കുറച്ചുകൂടി കൂടുതലാണ്. കാരണം എന്തെന്നാൽ കേരളത്തിൽ ഭൂമി വളരെ കുറവാണ്. ഭൂമി ഏറ്റവും വിലയേറിയതും അല്ലെങ്കിൽ ഏറ്റവും അന്തസ്സിൻ്റെ പ്രതീകവുമായി കാണുന്നതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് 30-33,000 ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ നല്ല ഭൂവിഭാഗത്തിന് താമസിക്കാൻ കഴിയുന്ന ഭൂവിഭാഗത്തിൻ്റെ നല്ലൊരു ശതമാനവും വഖഫ് ബോർഡിന് വേണമെങ്കിൽ അവകാശപ്പെടാവുന്ന ഒരവസ്ഥയിലാണ്. ഇത് എല്ലാവരുടെയും സ്വൈര്യവും സ്വസ്ഥതയും കെടുത്തുന്നതാണ്. അപ്പോൾ മനുഷ്യന് അന്തസ്സോടുകൂടി ജീവിക്കണമെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥത അവന് തന്നെയാണ് എന്ന് വരണം. അപ്പോൾ ഈ ഒരു അവസ്ഥ വളരെ ഭീകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തെ കാണുന്നത് ഒരു താൽക്കാലിക പരിഹാരമല്ല. പുറമേ മുറിവുണങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിളിച്ചുകൊണ്ട് ആരെയും കുടിയിറക്കില്ല എന്ന് പറയാം. പ്രതിപക്ഷ നേതാവിന് ഞങ്ങളുമുണ്ട്. പക്ഷേ ഇത് മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ അത്തരം വാക്കുകളിൽ നിൽക്കുന്നതല്ല. ഇവിടുത്തെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നതാണ്. ഇത് ഇവരുടെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ്. ഇത് വഖഫ് ഭൂമി അല്ല. അവിടെയാണ് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം. അത്തരത്തിൽ വഖഫ് ബോർഡിനെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കണം. അങ്ങനെ പറയണമെങ്കിൽ ഈ വഖഫ് നിയമം റദ്ദാക്കണം. കാലാകാലങ്ങളിൽ ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും ന്യൂനപക്ഷ വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വലിയ തോതിൽ കിട്ടാൻ വേണ്ടി കോൺഗ്രസ് കളിച്ചിട്ടുള്ള പറഞ്ഞാൽ മൂക്കിനപ്പുറം കാണാൻ ശേഷിയില്ലാതെ കോൺഗ്രസ് കളിച്ച നെറികെട്ട ചില രാഷ്ട്രീയ നാടകങ്ങളുടെ പരിണിത ഫലമാണിപ്പോൾ. അതിൻ്റെ ഫലമാണെന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത്. ആ 3 വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ അത് എത്രമാത്രം ജനവിരുദ്ധമാണ്, അതിൻ്റെ ഇരകളാക്കപ്പെട്ടിരിക്കുകയാണെന്ന് മുനമ്പത്തടക്കമുള്ള ഈ സാധാരണക്കാർ അതിൻ്റെ ഇരയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത് ഈ നിയമം തന്നെ റദ്ദ് ചെയ്യണം. കാരണം ഇത് മതേതര രാഷ്ട്രമാണെങ്കിൽ ഇവിടെ മതനിയമം ആവശ്യമില്ല. മതനിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഭൂമിയുടെ ഉടമസ്ഥത നിശ്ചയിക്കേണ്ടത്. അത് രാഷ്ട്രത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉടമസ്ഥത നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ആ തരത്തിൽ ഈ വഖഫ് ബോർഡിന് കൊടുത്തിട്ടുള്ള ഈ അന്യായമായ അധികാരങ്ങൾ പൂർണ്ണമായി റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം. തീർച്ചയായും വഖഫ് ഭേദഗതി ബില്ലിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയായിരുന്നു നമ്മുടെയൊക്കെ ധാരണ. പക്ഷേ ഇപ്പോൾ സമീപകാല സംഭവങ്ങൾ കാണിക്കുന്നത് ഈ ഒരു ഭേദഗതി പോലും പോരാന്നാണ്. വഖഫ് നിയമമേ റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണോ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത്, എങ്ങനെയാണോ മുത്തലാഖ് നിരോധിച്ചത്, അതേ ആ ഒരു ആർജവത്തോട് കൂടിയിട്ട് ഈ വഖഫ് നിയമം തന്നെ എടുത്തു കളയാൻ അത് തീർച്ചയായും മോദിജി ഗവൺമെൻറ്റിന് സാധിക്കും. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങണം എന്നാണ് ഈ ഒരു ഇപ്പോഴത്തെ ഗൗരവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അവർക്ക് പേടിയാണ്. അവർക്ക് വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. രാഷ്ട്രീയത്തിന് പൊതുവെ 5 വർഷത്തിനപ്പുറം ഉൾക്കാഴ്ചയില്ല, ദീർഘക്കാഴ്ചയില്ല നമ്മൾ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ വളരെ ചെറിയൊരു ശതമാനത്തിൻ്റെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് ഭരണമാറ്റം സംഭവിക്കുന്നത്. ഇത് ഭയന്നുകൊണ്ട് ഈ കയ്യിൽ ഭരണം ഉറപ്പിക്കാൻ ഈ സംഘടിതമായി വോട്ട് ചെയ്യുന്ന മുസ്ലിം വോട്ടാണ് ഞങ്ങൾക്ക് അതിന് ആധാരം എന്ന് കരുതിക്കൊണ്ട് 2 മുന്നണികളും താളത്തിൽ ചവിട്ടുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ഗതികെട്ട അവസ്ഥയുണ്ട്. 2 കൂട്ടർക്ക് ഇപ്പോഴും സത്യം തുറന്നു പറയാൻ വയ്യ. മുനമ്പവാസികളോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ പരിഹാരം എന്തെന്ന് ഇവരാരും പറയുന്നില്ല. എങ്ങനെ ഇവർക്ക് പരിഹരിക്കാൻ സാധിക്കും? അവർക്ക് പരിഹാരമില്ലാതെ വെറുതെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചില വാചാടോപങ്ങൾ മാത്രം നടക്കുകയാണ്. ഞങ്ങൾ ഇവരോടൊപ്പം എന്തവർക്ക് രാത്രി പേടിയാവണേന് കൂട്ടിയിരിക്കുക, അതും അല്ലെങ്കിൽ ഇവർക്ക് കാവൽ നിൽക്കുക. എന്താ അവരോടൊപ്പം ഉണ്ട് എന്നുള്ളത് അവർ ഏതർത്ഥത്തിലാണ് പറയണത്? അവരോടൊപ്പം വലിയൊരു ജനവിഭാഗമുണ്ട്. അതല്ലല്ലോ രാഷ്ട്രീയക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം വന്ന ആളായി ചുറ്റും നിൽക്കുന്നതല്ല പ്രതീക്ഷിക്കുന്നത്. ഇതിനുള്ള പരിഹാരമാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഈ ഇസ്ലാമിക പൗരോഹിത്യത്തെ ഭയന്ന് ജീവിക്കുന്ന ഈ ഇടത് വലത് മുന്നണികൾക്ക് സാധിക്കില്ല.